മർക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ നിന്നുള്ള ചിന്തകളാണ് ഇന്നലെ പങ്കുവച്ചത്. कल के दिन हम मरकुस के सुसमाचार उसके 8वें अध्याय उसके जो अंतिम पदों के बारे में हम सोच रहे थे. അതിന്റെ 36-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാകുന്നു. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? और उसका जो 36वां पद था, क्योंकि यदि कोई मनुष्य सारे जगत को प्राप्त कर ले और अपने प्राण को खो दे तो उससे क्या लाभ. സുവിശേഷത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം ഈ ഒരു ചെറിയ വാക്യത്തിൽ അടങ്ങിയിരിക്കുകയാണ്. पूरे सुसमाचार की जो सच्चाई है एक छोटे से वचन में हम देख सकते हैं. ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമല്ലേ? हमारे इस जो धरती के जीवन है वो क्षण की है. ഏറിയാൽ 100 വയസ്സ് വരെ ഇവിടെ ജീവിച്ചിരിക്കും. हो सके तो कम से कम 100 साल हम रह सकते हैं. അത് കഴിഞ്ഞാൽ ഈ ലോക ജീവിതം കഴിഞ്ഞാൽ എന്ത് എന്ന ചോദ്യം നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? उसके बाद इस संसार के जीवन के बाद क्या होगा, क्या आपने कभी पूछा है? ഇന്ന് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം അപ്രത്യക്ഷമാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. बाइबल इस प्रकार से कहता है कि आज जो कुछ हम देख रहे हैं ये सब एक दिन उसका नाश होगा. ഒന്നുകിൽ ഇത് അപ്രത്യക്ഷമാകുക, അല്ലെങ്കിൽ കാണുന്ന നിങ്ങൾ അപ്രത്യക്ഷമാകും. या तो ये नाश हो जाएंगे, नहीं तो हम यहाँ से चले जाएंगे. നമ്മുടെ പിതാക്കന്മാരൊക്കെ എവിടെ? നമ്മുടെ വലിയപ്പച്ചന്മാരൊക്കെ എവിടെ? അവരെല്ലാം അപ്രത്യക്ഷമായില്ലേ? हमारे बाप दादा लोग कहाँ हैं? हमारे पुरखा लोग अभी कहाँ हैं? അതാണ് ബൈബിൾ പറയുന്ന ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ഇരിക്കുന്നത്. इसलिए बाइबल कहता है ये संसार और उसकी जो भी इच्छाएं है वो सब चला जाएगा, लेकिन जो परमेश्वर की इच्छा को पूरा करता है वो अनंत काल बना रहेगा. ചെറിയ കാലഘട്ടത്തിലേക്കാകുന്നു നമ്മൾ. ഏറിയാൽ ഒരു 100 വർഷമാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതിനിടയിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാകുന്നു ബുദ്ധിമാന്മാർ. और हम इस धरती पर कुछ क्षण भर के लिए है, लेकिन ये समय जो लोग अनंत काल के लिए अपने आप को तैयार करते हैं वो लोग बुद्धिमान होते हैं. നമ്മുടെയൊക്കെ സമയത്ത് ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി കരുതുന്നവനാണ്, ഭാവിക്ക് വേണ്ടി കരുതുന്നവനാണ് ബുദ്ധിമാൻ. हमारे बीच में लोग कहते हैं कि जो अपने बच्चों के लिए या भविष्य के लिए जो धन दौलत को बनाकर रखते हैं वो लोग भाग्यवान हैं या बुद्धिमान हैं. പ്രിയമുള്ളവരെ, മക്കൾക്ക് വേണ്ടി കരുതിയാലും നമ്മുടെ ഭാവിക്ക് വേണ്ടി കരുതിയാലും നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ കരുതുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൂഢന്മാരാകുന്നു. मेरे प्रियो, अगर हम अपने बच्चों के लिए या अपने भविष्य के लिए बहुत संपत्ति को अगर हम बनाए भी रखे तो ये सब व्यर्थ है, क्योंकि जो अनंत काल के लिए अपने आप अपने प्राण को जो हम लोग जो बनाते हैं वो सबसे आशीषमय है. മക്കൾക്ക് വേണ്ടി തന്നെ കൂട്ടി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ മക്കള് അവര് മാന്യമാകുന്ന ഒരു നല്ല ജീവിതം, നല്ല സ്വഭാവമുള്ള സൽസ്വഭാവമുള്ള ഒരു ജീവിതം നയിച്ചില്ലെന്നുണ്ടെങ്കിൽ കൂട്ടിവെച്ചതെല്ലാം വെറുതെ ആയി പോകത്തില്ലേ? आप सोचिए, आप बच्चों के लिए बहुत कुछ जमा करके रखा है, लेकिन बच्चे के स्वभाव अच्छा नहीं है तो ये सब बेकार हो जाएगा. എത്ര ധനികന്മാരുടെ മക്കളാണ് വഴിതെറ്റിപ്പോകുന്നത്, മദ്യപാനത്തിന് അടിമകളായിത്തീരുന്നത്, ദുസ്വഭാവങ്ങളിൽ കുടുങ്ങിപ്പോകുന്നത്. അതോടുകൂടെ ആ ധനികൻ ശേഖരിച്ചു വെച്ച ധനം മുഴുവൻ വെറുതെ ഒഴുകിപ്പോകുന്നത് പോലെ ആ മക്കളുടെ സമയത്ത് ഒഴുകിപ്പോകും. आप कितने उदाहरण दे सकते हैं. बहुत धनी लोग हैं जिनके बच्चे बुरे आदत में पड़ जाते, नशे की आदत में पड़ जाते, जो पैसे उनके माता पिता ने इकट्ठा रखा वो सब पानी के जैसा बह निकलता है. അതാണ് ബൈബിൾ പറയുന്നത്. ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ ലോകം എന്ന് പറയുന്നത് തീക്കായി കരുതി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ വരാൻ പോകുന്ന അനന്തഭാവികാല നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കമായിരിക്കണം ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത്. इसलिए बाइबल कहता है कि ये जो धरती है, ये जो संसार है, ये सब आग में डालकर ये नाश हो जाएगा. तो हमें चाहिए कि आने वाले अनंत काल के लिए अपने आप को तैयार करें. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് മുഴങ്ങണം. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ജീവനെ കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം?
ये वचन को आप बार बार मन में मनन करना है, ये आपके मन में गूंजना है कि एक व्यक्ति पूरे संसार को जीत लिया लेकिन अपने प्राण को खोने से उससे क्या लाभ। ആമേൻ. അതിന്റെ 37-ാമത്തെ വാക്യം വളരെ പ്രസക്തമാകുന്നു. അല്ല, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും. उसका 37वां पद ध्यान दे, क्योंकि मनुष्य अपने प्राण के बदले क्या देगा। തന്റെ ജീവനെ നേടുക എന്ന് 36-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിന് ഒരു വിശദീകരണം പോലെ 37-ാമത്തെ വാക്യത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. അല്ല, തന്റെ ജീവന് എന്തു മറുവില കൊടുക്കും? और अपने प्राण को ले लेना, उसके लिए एक उत्तर के समान 37वां पद में देख सकते हैं कि मनुष्य अपने प्राण के बदले क्या देगा। ആ വാക്യത്തിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാകുന്നു. മനുഷ്യൻ വിൽക്കപ്പെട്ടു പോയിരിക്കുന്നു. മനുഷ്യൻ വേറെ ആരുടേതോ ആകുന്നു. മറുവില കൊടുത്ത്, വീണ്ടെടുപ്പിൻ വില കൊടുത്ത് അവനെ തിരികെ വാങ്ങിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് അടുത്ത വാക്യം നമുക്ക് നൽകുന്ന സന്ദേശം. तो ये जो वचन हम ध्यान से देखने से हमें समझ में आता है, इसका अर्थ ये है कि मनुष्य बिक गया है, वो किसी और के अधिकार में है, तो उसको वापस खरीदना या उसके उद्धार के लिए दाम चुकाना बहुत जरूरी है। वो अगले पद में हम समझ सकते हैं। പ്രിയമുള്ളവരെ, അങ്ങനെ സംഭവിച്ചു പോയി. ആദാം പാപം ചെയ്ത ആ നിമിഷത്തിൽ മനുഷ്യൻ വിൽക്കപ്പെട്ടു പോയി. മനുഷ്യൻ പിശാചിന്റെ അധികാരത്തിന്റെ, പിശാചിന്റെ ആ സംവിധാനത്തിന്റെ കീഴിലായി പോയി. मेरे प्रियो, ऐसा हुआ जब आदम ने पाप किया तो वो शैतान के हाथों में बिक गया, शैतान के अधीन में आदम हो गया। അവനിൽ നിന്ന്, പിശാചിന്റെ കയ്യിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കുവാൻ, മറുവില കൊടുത്ത് മടക്കി വാങ്ങുവാൻ ആർക്ക് കഴിയും? शैतान के हाथ से जो मनुष्य को खरीद लिया है, उसके हाथ से उसको वापस छुड़ाने के लिए, उसको उधार देने के लिए कौन ऐसा काबिल है? ഇത് നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഒരു ചോദ്യമായിരുന്നു. മനുഷ്യന് അതിന് പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയാണ് മൃഗബലിയും മറ്റും നടത്തിയിരുന്നത്. ये बहुत सालों से मनुष्य के अंदर की एक प्रश्न है और उसके उत्तर समान लोग जो पशु को बलि चढ़ाने लगे। 37-ാമത്തെ വാക്യത്തിൽ ഈ ചോദ്യം ഉയരുമ്പോൾ, തന്റെ ജീവന് വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കുമെന്നുള്ള ചോദ്യം ഉയരുമ്പോൾ, ഇന്ന് നമുക്ക് അതിനൊരു മറുപടി കൊടുക്കുവാൻ കഴിയും. മനുഷ്യ, നിന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി മറുവില കൊടുക്കുവാൻ ഇന്ന് കഴിയും. എന്താണ് മറുവില? കർത്താവാകുന്ന യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം. हालेलुया। ये 37वां पद जो पूछता है कि क्योंकि मनुष्य अपने प्राण के बदले क्या देगा, लेकिन आज इसका जवाब हमारे पास है। हम कह सकते कि हे मनुष्य, तुझे शैतान की वो जो गुलामी से तुम्हें छुड़ाने के लिए यीशु मसीह का लहू बहाया गया। അതിനുവേണ്ടിയാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. इसलिए यीशु मसीह इस धरती पर आया। ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. परमेश्वर ने मनुष्य का सृष्टि किया। ഏറ്റവും നല്ല നിലയിൽ പാർക്കുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തി കൊടുത്തു. सबसे अच्छी तरीके से सुविधा को परमेश्वर ने सब उसको दिया। മനുഷ്യന് മരണമില്ലാതെ ജീവിക്കാമായിരുന്നു. मनुष्य बिना मृत्यु के जी सकता था, എന്നാൽ മനുഷ്യൻ ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു തേജസ്സിൽ നിന്ന് വീണുപോയി. लेकिन मनुष्य ने परमेश्वर की आज्ञा को तोड़ा और वो महिमा की जो अवस्था से गिर गया। അന്നു മുതൽ ഈ ദുരിതങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നു. और उस दिन से, उस क्षण से मनुष्य के ऊपर ये दुख तकलीफ आए हैं। പിശാച് മനുഷ്യനെ ഈ നിലയിൽ ദുരിതങ്ങളിലൂടെ നടത്തുന്നത് കാണുമ്പോൾ ദൈവം സന്തോഷിക്കുകയാണോ? क्या आप सोचते हैं जब मनुष्य को शैतान इस दुखी अवस्था से लेकर जाते हैं, परमेश्वर खुश है? അല്ല, कभी नहीं। അവിടുന്ന് മക്കളെ നോക്കുമ്പോൾ, തന്റെ മക്കളെ നോക്കുമ്പോൾ, എന്റെ മകനാണ്, എന്റെ മകളാണ്, അവരനുഭവിക്കുന്ന ആ ദുഃഖത്തിൽ യേശു വേദനിക്കുകയാണ്. जब परमेश्वर देखता है ये मेरा बेटी, ये मेरा बेटा ये दुख से होकर जा रहा है, ये देखकर यीशु मसीह का हृदय व्याकुल होता है। അതിനാൽ ആമേൻ, ദൈവം എടുത്ത തീരുമാനമാണ് മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടി അവിടുന്ന് തീരുമാനമെടുത്തു. ആമേൻ, മനുഷ്യകുലത്തെ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള ആ വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് യേശു ഈ ഭൂമിയിൽ 2000 വർഷങ്ങൾക്ക് മുന്നമേ ഭൂജാതനായത്.
परमेश्वर ने यह निर्णय लिया, नहीं मेरे बच्चों को मुझे छुड़ाना है। इसके कारण 2000 साल पहले यीशु मसीह कैलवरी क्रूस पर हमारे लिए बलिदान हुआ। യേശു എന്തിനു വേണ്ടിയാ ഈ ഭൂമിയിലേക്ക് വന്നത്? यीशु मसीह क्यों इस धरती पर आया? മനുഷ്യകുലത്തിനു വേണ്ടി യാഗമായി തീരുവാൻ. मनुष्य के लिए एक याग की तरह, एक ऑफरिंग की तरह अपने जीवन को दे दे। ശരിയാണ്. യേശു ഈ ഭൂമിയിലായിരുന്ന സന്ദർഭത്തിൽ പരസ്യ ശുശ്രൂഷ നടത്തിയ സന്ദർഭത്തിൽ രോഗികളെ സൗഖ്യമാക്കി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു. ये सच बात है कि यीशु मसीह जब इस धरती पर था, उन्होंने बहुत सेवकाई की, बड़े चमत्कार को किया, बीमारी लोगों को चंगा किया। എന്നാൽ യേശുവിന്റെ ആമേന് ഭൂമിയിലേക്കുള്ള ആ വരവിൽ ആമേന് അവിടുത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, പരമമാകുന്ന ഉദ്ദേശം എന്ന് പറയുന്നത് ആമേൻ മനുഷ്യകുലത്തിനു വേണ്ടി പരമയാഗമായി തീരുക. लेकिन सबसे प्रमुख जो उद्देश्य था यीशु मसीह को इस धरती पर आना, ये था कि मनुष्य के लिए वो एक बलिदान बन जाए। Amen, praise the Lord, hallelujah. 2000 വർഷങ്ങൾക്ക് മുന്നമേ അവിടുന്ന് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്നിരിക്കുന്നതിനാൽ 2000 साल पहले यीशु मसीह हमारे लिए एक बलिदान बन गया। അതിനാൽ ഇന്ന് ഈ ചോദ്യത്തിന് മറുപടിയുണ്ട്. തന്റെ ജീവനു വേണ്ടി മനുഷ്യൻ എന്തൊരു മറുവില കൊടുക്കും? तो आज हमारे पास ये जो प्रश्न है, अपने प्राण के बदले क्या देगा, इसके लिए उत्तर है। ആ മറുപടിയാണ് മറുവിലയായി യേശുവിന്റെ രക്തം. इसका उत्तर है हमारे लिए बहाया गया यीशु मसीह का रक्त। ആമേൻ. അവിടുത്തെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടുകൂടെ സ്തുതിക്കുകയാണ്. यीशु मसीह के लहू के द्वारा उद्धार पाए लोग व्यक्तियों के लिए मैं परमेश्वर का स्तुति करता हूँ। എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇന്നത്തെ ഈ സുദിനത്തിൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങൾ സ്വീകരിക്കണം. लेकिन आज के दिन अगर आप कोई व्यक्ति है जो अभी तक यीशु मसीह के लहू के द्वारा उद्धार को नहीं पाया, छुटकारे को नहीं पाया, तो आज का दिन आप विश्वास करें, उसको प्राप्त कर ले। ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് നിങ്ങളുടെ മാറ്റത്തിന്റെ ദിവസമായി തീരട്ടെ. ഇന്ന് നിങ്ങൾ ഈ ചോദ്യത്തിന് മറുപടി കൊടുക്കുന്ന ദിവസമായി തീരട്ടെ. आज का दिन होने पर आपके जीवन में एक बदलावट का दिन हो। आप आज का दिन, ये जो प्रश्न है, उसका उत्तर आपको मिल जाए। ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാമത്തെ വാക്യവും ഇതിനോട് ചേർന്ന് വരുന്ന ഒരു വാക്യമാണ്. और मरकुस 8 का 38वां जो पद है, वो भी इससे मिला हुआ वचन है। ഈ തലമുറ അന്നും ഇന്നും എല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ പാപപൂരിതമാകുന്ന ഒരു തലമുറയാകുന്നു. ये जो अभी के जो संसार है, हमारी जो पीढ़ी है, ये उस दिन और आज भी उसी तरह से पाप से भरा है। വ്യഭിചാരവും പാപവുമുള്ള തലമുറ. ആമേൻ. പാപപൂരിതമാകുന്ന തലമുറ. व्यभिचार और पाप से भरा हुआ पीढ़ी। അതിന്റെ നടുവിലാണ് നമ്മുടെ മുൻപിൽ ഒരു ചോയ്സ് വരുന്നത്. യേശുവിന് വേണ്ടി നീ ജീവിക്കുന്നുവോ ലോകത്തിന് വേണ്ടി നീ ജീവിക്കുന്നുവോ? तो इसके बीच में आपको निर्णय लेना है कि क्या आप यीशु के लिए जियोगे या इस संसार के लिए। ദൈവത്തിന്റെ വചനം കേട്ടനുസരിച്ച് വചനപ്രകാരം നീ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അതോ നിന്റെ ഇഷ്ടപ്രകാരം ലോകപ്രകാരം ജീവിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? क्या आप परमेश्वर के वचन के अनुसार जीना चाहते हैं या आपकी स्व इच्छा में, पाप में, संसार के प्रति जीना चाहते हैं? ആമേൻ. നിന്റെ മുൻപിൽ ഒരു ചോദ്യം വരികയാണ്. യേശുവിന് വേണ്ടി നീ ഒരു നിലപാടെടുക്കുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ आपके सामने एक प्रश्न आता है, क्या आप यीशु मसीह के लिए एक निर्णय लेगा? നീ അതിനെ ചൊല്ലി നാണിക്കുകയാണെങ്കിൽ, तब अगर आप उस बात के लिए लज्जित होते हैं, അയ്യോ എന്റെ ബന്ധുക്കളെല്ലാം അവർ യേശുവിൽ വിശ്വസിക്കുന്നില്ല, എന്റെ സമൂഹം യേശുവിൽ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് നാണക്കേടാണ്, ഞാൻ യേശുവിന് വേണ്ടി എന്റെ ജീവിതത്തെ കൊടുക്കുകയില്ല, നീ യേശുവിന്റെ നാമം നിമിത്തം നാണിച്ചാൽ, अगर आप सोचते हैं, आप लज्जित होते हैं, नहीं मेरे परिवार में कोई यीशु के नाम को नहीं लिया, मेरे दोस्तों के बीच में, मेरे घराने में कोई यीशु के लिए खड़ा नहीं हुआ, मैं उससे लज्जित हूं। अगर आप यीशु के नाम के निमित्त आप लज्जित होते हैं, ഈ വാക്യം ശ്രദ്ധിച്ച് മർക്കോസ് 8:38, വ്യഭിചാരവും പാപമുള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. तो ये वचन को आप
आप ध्यान दे मरकस 8:38, इसलिए जो कोई इस विचार और पापी पीढ़ी में मुझसे और मेरे वचन से लज्जित होता है, मनुष्य का पुत्र भी जब अपने पिता की महिमा में पवित्र दूतों के साथ आएगा तब वो भी उससे भी लज्जित होगा। ഈ വാക്യത്തിന് വ്യത്യസ്തമാകുന്ന കാലഘട്ടത്തിൽ ഇതിന് ഈ വാക്യത്തിന് അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്. ये जो वचन में कई भिन्न भिन्न जो काल है समय के लिए, इसमें बहुत ही गहराई में इसका अर्थ है। നമ്മുടെ ഈ കാലഘട്ടത്തിൽ മാത്രമല്ല, हमारे अभी के इस समय में ही नहीं, ഇനി വളരെ വൈകാതെ സംഭവിക്കാൻ പോകുന്ന ലോക ചരിത്രത്തിൽ ഇന്നോളം നടന്നിട്ടില്ലാത്തൊരു ഭയങ്കര അത്ഭുതം വേഗത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. अभी तक संसार नहीं देखा हुआ, संसार में नहीं हुआ ऐसा एक बात, इतिहास अभी बहुत ही जल्दी होने वाला है। അതെന്താണ് ആ ചോദ്യം? നിങ്ങൾക്ക് അതിന് മറുപടി കണ്ടെത്തുവാൻ കഴിയുമോ? ലോക ചരിത്രത്തിൽ ഇന്നോളം നടന്നിട്ടില്ലാത്ത ഒരു മഹാത്ഭുതം വളരെ വൈകാതെ ചിലപ്പം 2021 സംഭവിക്കാൻ പോകുകയാണ്. क्या आप इस प्रश्न का उत्तर दे सकते हैं? अभी तक संसार नहीं देखा वाला ऐसा एक अद्भुत काम इस संसार में होने वाला, बहुत जल्दी हो सकता है, इस साल ही 2021 में हो जाए। ആമേൻ. ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും, हो सकता है हो जाए, അത് നമുക്കറിയില്ല എന്നാ അത് സംഭവിക്കാൻ പോകുന്നു. हमें नहीं मालूम कब होगा। അതെന്താണ്? वो क्या है? കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. वो है यीशु मसीह का दोबारा आगमन। സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. यीशु मसीह का दोबारा आगमन। യേശു 2000 വർഷങ്ങൾക്ക് മുന്നമേ ഈ ഭൂമിയിൽ വന്നു. 2000 साल पहले यीशु मसीह धरती पर आया, ഇനി വീണ്ടും യേശു വരാൻ പോകുകയാണ്. और फिर यीशु मसीह वापस आएगा। അതിനെ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്നു. उसको यीशु मसीह का दोबारा आगमन कहता है। സെക്കൻഡ് കമ്മിങ്ങിന് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് രഹസ്യവരവും 2 പരസ്യവരവും. और यीशु मसीह का जो दोबारा आगमन है वो भी दो समय दो विभाग में हो सकता है। Yes. एक है वो रहस्य रूप से आएगा और वो एक समय प्रकट होकर सबके सामने प्रकट होकर आएगा। അത് രണ്ടും രണ്ടാം വരവിന്റെ ഭാഗമാകുന്നു, ഒന്നാണ്. और ये दोनों यीशु मसीह के दूसरे आगमन का ही समय है। രഹസ്യവരവ് തന്റെ സഭയെ ചേർക്കുവാൻ വേണ്ടിയാണ്. जो रहस्य में आता है वो अपने कलीसिया को जोड़ने के लिए, अपनी कलीसिया को लेने के लिए आता है। ആ ദിവസമാണ് ലോകം മുഴുവൻ നടുങ്ങാൻ പോകുന്നത്. वो दिन पूरा संसार आश्चर्यचकित हो जाएंगे। ദശലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തിൽ നിന്ന് പൊടുന്നനെ അപ്രത്യക്ഷമാകും. कोड़ी कोड़ी जो जन है इस संसार से गायब हो जाएंगे। ആമേൻ, ഹല്ലേലൂയ. തന്റെ സഭയെ യേശു ചേർത്ത് കഴിഞ്ഞാൽ, यीशु मसीह जब अपनी कलीसिया को इस धरती से ले लेंगे, അടുത്ത 7 വർഷം എന്ന് പറയുന്നത് ഈ ഭൂമിക്ക് മഹോപദ്രവ കാലമാകുന്നു. और उसके बाद जो 7 साल है वो इस धरती पर बहुत ही कष्ट क्लेश से भरा होगा। എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ പോകുന്ന സമയം, वो समय जो अंतिक्रिस्तु है वो प्रकट होगा। ലോക ഭരണം അവൻ ഏറ്റെടുക്കും. वो पूरे संसार के जो राज्यत्व अपने ऊपर ले लेगा। ആ സമയത്തും ഈ വാക്യത്തിന് പ്രസക്തിയുണ്ട്. वो समय भी ये वचन लागू होगा। എന്തുകൊണ്ടാണ്? क्यों? യേശു ക്രിസ്തുവിന്റെ രഹസ്യ വരവിങ്കൽ जब यीशु मसीह रहस्य रूप से आता है, പലരും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചെന്ന് പറയുന്ന, ചർച്ചിൽ പോകുന്ന ക്രൈസ്തവർ, യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്ന പലരും നഷ്ടപ്പെട്ടു പോകും. जो लोग कहते हैं कि वो मसीह है, वो कलीसिया में जाते हैं, प्रार्थना करते हैं, लेकिन ऐसे लोग भी वो समय नष्ट हो सकते हैं। അവരുടെ ഹൃദയം സമ്പൂർണമായും ക്രിസ്തുവിൽ ഏകാഗ്രമാകാതിരിക്കുന്നത് മുഖാന്തരമായിട്ട് അവർ പലതിലും കുടുങ്ങിക്കിടന്നതിനാൽ, ആ വരവെങ്കിൽ അവർ ഒരുക്കപ്പെട്ടിട്ടില്ലാത്തതിനാൽ അവർ നഷ്ടപ്പെട്ടു പോകും. ऐसे लोग जिनके हृदय बहुत से बातों में उजला हुआ है, यीशु मसीह के आगमन के लिए वो तैयार नहीं है, ऐसे लोग इस धरती पर रह जाएंगे। യേശു വന്നു പോകുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അവർക്ക് ബൈബിൾ അറിയാം. लेकिन जब यीशु मसीह रहस्य रूप से आकर चला जाता है तब उनको समझ में आएगा ओ हमारा जीवन नष्ट हो गया। ഓ, ഞാൻ ചർച്ചിൽ പോയ വ്യക്തിയാണ്, ഞാൻ സ്നാനപ്പെട്ടതാണ്, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനമെടുത്തതാണ്, എന്നാൽ ഞാൻ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ആ രഹസ്യ വരവെങ്കിൽ എടുക്കപ്പെടാത്തവർ, ബൈബിൾ അറിയാവുന്നവർ, അവർക്ക് വീണ്ടും ഒരവസരമുണ്ട്.
और ऐसे लोग जो वचन को जानते थे, बपतिस्मा लिया, लेकिन अपने आप को यीशु मसीह के आगमन के लिए तैयार नहीं किया, जो नष्ट हो जाते हैं, उनको प्रभु और एक अवसर देता है। ആമേൻ. അതിനുശേഷം എതിർ ക്രിസ്തുവിന്റെ ഭരണ സമയത്ത് जब अंति जो क्रिस्तु है, एंटी क्राइस्ट के जब रूल के उनके जो रूल के समय, ആമേൻ, ഈ പ്രിയപ്പെട്ടവർ യേശുവാണ് കർത്താവ്, യേശുവാണ് കർത്താവ് എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയാണെങ്കിൽ, अगर ये लोग तब भी कहेंगे कि यीशु मसीह ही प्रभु है, यीशु मसीह ही उद्धार करता है, അങ്ങനെയുള്ളവരെ എതിർ ക്രിസ്തു പിടിക്കും. ऐसे लोगों को जरूर एंटी क्राइस्ट पकड़ेगा। എതിർ ക്രിസ്തുവും അവന്റെ സംഘവും അവരെ ആമേൻ കഠിനമായി പീഡിപ്പിക്കും. അവരോട് പറയും, യേശുവിനെ തള്ളി പറയുക, യേശുവിനെ തള്ളി പറയുക. और एंटी क्राइस्ट और उसके जो लोग हैं, ऐसे लोगों को पकड़ेंगे और उनको बोलेंगे कि आपको यीशु मसीह को त्याग देना है। അവർ തള്ളി പറയാതിരിക്കുകയാണെങ്കിൽ അവർ രക്തസാക്ഷികളായി തീരും. अगर वो यीशु मसीह को उस इनकार नहीं करते, तब वो यीशु के लिए बलिदान हो जाएंगे, यीशु के लिए मार्टियर्स हो जाएंगे। ആമേൻ. മാർട്ടിയർസായി തീരുന്നവർ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടും. और जो उस समय मार्टियर्स के रूप में मरते हैं, എന്നാൽ वो यीशु मसीह के परमेश्वर के सन्मुख पहुंचेंगे। എന്നാൽ ആ സമയത്ത് കുറച്ചുപേർ ഈ പീഡനം മുഖാന്തരമായി, ലജ്ജ മുഖാന്തരമായിട്ട് യേശുവിനെ തള്ളി പറയും. लेकिन वो समय भी कुछ लोग ये पीड़ा के कारण यीशु मसीह को त्याग देते हैं। അവരും ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുകയാണ്. എന്നെയും എന്റെ വചനങ്ങളെ കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ നാണിക്കും. तो उनके बारे में भी वचन में लिखा है, जो मेरे मुझसे और मेरे वचन से लज्जित होता है, मनुष्य का पुत्र भी जब पिता की महिमा में पवित्र दूतों के साथ आएगा, उससे भी लज्जित होगा। ഈ വാക്യം വളരെ പ്രസക്തമായിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ, മഹോപദ്രവ കാലഘട്ടത്തിൽ യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരുടെ ജീവിതത്തിലാണ്. और ये जो वचन है, उस समय ट्रिबुलेशन के जो टाइम में जो लोग यीशु मसीह को त्याग देते हैं, यीशु मसीह के नाम से लज्जित होते हैं, उनके लिए भी लागू है। ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കാം. आइए ये प्रातः काल के समय अपने जीवन को हम परखें। യേശു എന്ന് വന്നാൽ നിങ്ങൾ എടുക്കപ്പെടുമോ? अगर आज यीशु मसीह आता है, क्या आप तैयार है? ഒരു മണവാട്ടിയായിട്ടാകുന്നുവോ? യേശുവിന്റെ മണവാട്ടിയായിട്ടാകുന്നുവോ? യേശുവിന്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു വ്യക്തിയായിട്ടാകുന്നുവോ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? क्या आप एक दुल्हन के तरह अपने दुल्हा के इंतजार में अपने जीवन को तैयार करते हुए आप इस धरती पर बिताते हैं? ആത്മപരിശോധനയ്ക്ക് വിധേയമാകുക. आप अपने जीवन को परखें। ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. ये सुबह के समय हम मिलकर प्रार्थना करेंगे। നമ്മൾ ഈ ലോകാവസാനത്തിന്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ ജീവിക്കുന്നവരാണ്. हम इस संसार के अंतिम समय में आप पहुंचे हैं। കിട്ടിയ സമയത്തിന്റെ ഉള്ളിൽ യേശുവിന് വേണ്ടി ആമേൻ പ്രവർത്തിക്കുവാൻ, യേശുവിന്റെ സാക്ഷികളാകുവാൻ വേണ്ടി പരമാവധി സമയം നമ്മൾ കണ്ടെത്തണം. तो हमें चाहिए कि हमें जितना भी समय मिला, मौका मिले, हम यीशु के नाम को दूसरों को बोलने के लिए इस्तेमाल करें। അനേകരുടെ അരികിൽ ഈ സന്ദേശം എത്തണം. होने पाए कि बहुत लोगों के पास ये संदेश पहुंचे। നിങ്ങൾക്ക് എന്ത് കഴിയുമോ അത് നിങ്ങൾ ചെയ്യണം. आप क्या कर सकते हैं वो आप करें। ഞങ്ങൾക്ക് കഴിയുന്ന ഇതൊക്കെയാണ്, പ്രസംഗിക്കാനും മറ്റുള്ളവരെ കാണുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയാണ്. हमसे यही संभव है कि हम प्रचार कर सकते हैं, दूसरों से मिल सकते हैं, दूसरों के लिए प्रार्थना कर सकते हैं। നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. तो आप चाहे तो आप हमारे लिए प्रार्थना कर सकते हैं। ഞങ്ങളുടെ ഇതേപോലെയുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും ആ സമയത്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ കഴിയും. और ऐसे मीटिंग में आप जुड़े और आप भी दूसरों के लिए प्रार्थना करें। ഏറ്റവും ചെറിയ നിലയിലാണെങ്കിൽ പോലും യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുക. आप एक छोटे रीति में भी होने से भी आप यीशु के लिए उपयोगी होना है। ഒരു ചെറു വിരലെങ്കിലും യേശുവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. एक छोटी उंगली की तरह भी आप यीशु के राज्य के लिए उपयोगी होना है। ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കർത്താവ് അതിനുവേണ്ടി ഉപയോഗിക്കട്ടെ. होने पाए आज सुबह जितने व्यक्ति लोग जुड़े हैं, आप एक को परमेश्वर आप इस्तेमाल करें। ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. आइए हम मिलकर प्रार्थना करें। പരിശുദ്ധ പിതാവേ, യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടുകൂടെ സ്തുതിക്കുന്നു. स्वर्गीय पिता, ये सुंदर दिन के लिए हम आपका धन्यवाद देते हैं। ആമേൻ. ഈ പ്രഭാതത്തിൽ വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടണമേ. प्रभु
आज के दिन जितने लोगों ने आपके वचन को सुना है उनके जीवन में बड़े कार्य को करें। സർവ്വലോകവും നേടുകയും ഞങ്ങളുടെ ജീവനെ കളയുകയും ചെയ്താൽ ഒരു പ്രയോജനവുമില്ല കർത്താവേ. प्रभु हम पूरे संसार को प्राप्त करें और अपने प्राण को खो दे तो उससे कोई लाभ नहीं है। യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ സമ്പത്ത്. यीशु मसीह ही हमारा धन है। യേശു ക്രിസ്തു ഞങ്ങൾക്ക് എല്ലാമാകുന്നു. यीशु आप हमारे लिए सब कुछ है। ആ നിലയിൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ प्रभु इस तल पर हम इस धरती पर जीने के लिए ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ എന്ന് हर പ്രാർത്ഥിക്കുന്നു. एक व्यक्ति को आप मदद करें। ഈ അന്ത്യകാല ഉണർവിൽ ഈ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒരു പങ്കാളിത്തം കൊടുക്കണം കർത്താവേ. प्रभु ये अंतिम दिनों की जो बेदारी में ये माध्यम से जुड़े हुए हर एक व्यक्ति को आप उपयोग करें। അല്പസമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. अन्य भाषा में प्रार्थना करें। रथबिने याने को बसन बेका चल बेकंशन याउथा बर बिखांस कना बिलाम थोबचरी रथबिरा लमन थरबना जुला का तरबैना सुगो थरबैना चल बरकतना ला लगदुला थान मका तरबै सुबना तरबैना चल मोरोसा के कलबर थोबने आल खबर अदना अजला रबा नकदबद नदी अर्थबे नदी कलकना दिवान था नदी कलदना रूबा सकतरा लमाना रबांतिनी अलमीरान था नदी कलकना. ഹല്ലേലൂയ. ഞാനിപ്പോൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേകരുടെ ഹൃദയത്തിന്റെ അകത്ത് മനസ്സിന്റെ അകത്ത് പിശാച് കെട്ടിയ ചങ്ങലകൾ പൊട്ടിപ്പോകുന്നതായിട്ട് ആത്മാവ് ബോധ്യം തരുന്നു. जब मैं अन्य भाषा में प्रार्थना कर रहा था पवित्र आत्मा मुझसे कह रहा था कि कई लोगों के मन में जो शैतान ने बांध कर रखा है ऐसे बंधन को प्रभु तोड़ रहा ഈ है। പ്രഭാതം ഒരു വിടുതലിന്റെ പ്രഭാതമാകുന്നു. आज के सुबह का समय आपका छुटकारे का समय है। ദുഷ്ടൻ കെട്ടിയ സകല ചങ്ങലകളും പൊട്ടിപ്പോകട്ടെ. शैतान बांधा हुआ हर एक जंजीर वो टूट रहा है। ജനത്തിന്റെ മേൽ അത്ഭുതകരമാകുന്ന ദൈവകൃപയുടെ പകർച്ച, രോഗശാന്തിയുടെ പകർച്ച, അഭിഷേകത്തിന്റെ പകർച്ച സംഭവിക്കട്ടെ. होने पाए कि परमेश्वर आपके जन के ऊपर छुटकारा, चंगाई और बड़ी बेदारी उनके ऊपर आने पाए। കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. प्रभु आप अद्भुत करते हैं इसके लिए धन्यवाद। ആമേൻ. കർത്താവേ, ആ നട്ടലിന് വേദന അനുഭവിക്കുന്ന സഹോദരിയെ തൊടണമേ, ഇപ്പോൾ സൗഖ്യമാക്കണമേ. प्रभु जिनके हड्डियों में दर्द है, कमर में दर्द है, वो बहन को आप छू कर चंगा करें अभी। ആമേനെ. പൊള്ളൽ മുഖാന്തരം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കുന്ന, സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ട് യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. और कुछ बर्न होने के कारण अपने जो त्वचा में जो दर्द सहते हैं ऐसे व्यक्ति प्रभु इस समय आप चंगा करें। ലാൻഡ് സംബന്ധമായിട്ടുള്ള പ്രോബ്ലത്തിലൂടെ കടന്നു പോകുന്ന ആ വ്യക്തി ഇപ്പോൾ വിടുവിക്കപ്പെട്ടിട്ട് ദൈവത്തിന്റെ ഒരു അത്ഭുതം ആ വീട്ടിൽ സംഭവിക്കട്ടെ. और कुछ लैंड के विषय में जो संकट में है, जो प्रार्थना कर रहे हैं, उनके लिए प्रभु एक अद्भुत छुटकारा दे रहा है। അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി സ്തോത്രം आप ചെയ്യുന്നു. अद्भुत काम को करते हैं इसके लिए धन्यवाद। ഈ ദിനം മുഴുവൻ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കണമേ. आज का दिन पूरा आप उनके साथ रहे। സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. प्रभु जो आर्थिक रीति से समस्याओं का सामना करते हैं, प्रभु उनके लिए आप अद्भुत काम करें। പുതുവഴികളെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. नए रास्ता आप उनको खोल कर दे। മഹാത്ഭുതങ്ങൾ അങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം प्रभु ചെയ്യുന്നു. अद्भुत काम आप उनके लिए करते, इसके लिए धन्यवाद। സകല മഹത്വവും സ്തുതിയും സ്തോത്രവും അങ്ങയ്ക്ക് सारी महिमा आदर हम आपको देते हैं യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम से। ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. अपने हाथों को उठाते हुए परमेश्वर की धन्यवाद करें। ഹല്ലേലൂയ.